എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അകത്ത് കറണ്ടില്ല, അതാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് മുതൽ ഇനി തൊട്ട് ഞാനിനി എൻ്റെ ചാനലിൽ പ്രഭാഷണം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കില്ല. ഒരെണ്ണം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതൊരെണ്ണം മാത്രമേ ഇടത്തുള്ളൂ. ഇനി ഞാൻ പ്രഭാഷണമേ ഇടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും എന്നോട് പ്രഭാഷണം ആവശ്യപ്പെടരുത്. നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും അതിലെനിക്കും കുറച്ച് സന്തോഷമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രഭാഷണം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എപ്പോഴും അപ്പോഴും തന്നെയും പറയാറുണ്ടായിരുന്നു ഇത് റിയാക്ഷൻ വീഡിയോയുടെ ചാനലാണ് എന്ന്. അത് ഇടുന്നില്ല എന്ന് വിചാരിച്ചത് മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മുടെ ഊടായ്പെന്ന് തന്നെ ഞാൻ പറയും. ആ കൃഷ്ണഭക്ത വന്നിട്ട് ഞാൻ പ്രഭാഷണം എൻ്റെ ചാനലിൽ ഇടുന്നത് ഞാൻ നിങ്ങളെ പ്രഭാഷണം ഇട്ട് നിങ്ങളെയൊക്കെ കയ്യിലെടുത്തിട്ട് വ്യൂസ് നേടാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നും ഞാൻ നിങ്ങളെ പറ്റിച്ച് ഞാൻ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ അവർ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ചാനലിൽ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ ആരെയും അങ്ങനെ പറ്റിച്ചും വഞ്ചിച്ചും ഒന്നും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. എനിക്ക് പലരും ഹെൽപ്പ് ചെയ്യാമെന്ന് തന്നെ, സാമ്പത്തികമായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള സമയത്ത് പോലും ഒന്നും വേണ്ട, ആരുടെയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഗൂഗിൾ നമ്പരോ അതേസമയം എൻ്റെ ഫോൺ നമ്പരോ വാട്സപ്പ് ID യോ അതുപോലെ എൻ്റെ കൂടുതൽ പറയണ്ടല്ലോ, എൻ്റെ ലൊക്കേഷൻ പോലും ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാത്തൊരു വ്യക്തിയാണ്. എന്നിട്ട് അവർ പല തരത്തിൽ എന്നെ അപകീർത്തിപ്പെടുത്താനായിട്ട് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആരുടെ വീഡിയോ ഇട്ടാലും അവർ റിയാക്റ്റ് ചെയ്യും എന്നും പറഞ്ഞിരിക്കുകയാണ്. എന്തല്ലേ, അവർ റിയാക്റ്റ് ചെയ്തോട്ടെ. റിയാക്റ്റ് ചെയ്തിട്ട് എന്നെപ്പറ്റി റിയാക്റ്റ് ചെയ്ത് പൈസ കിട്ടുന്നത് കൊണ്ട് ഗോൾഡ് മേടിക്കുന്നു എന്നുള്ള ഗതികേടാണ് നമ്മുടെ ആ ഒരു സ്ത്രീക്ക് വന്നിരിക്കുന്നത്. അവർ ഗോൾഡ് മേടിക്കുന്നത് എന്നെ വെച്ച് വീഡിയോ ചെയ്തിട്ടാണ് അവരിപ്പോൾ ഗോൾഡ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞു കഴിഞ്ഞു, കാരണം അവർ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഗോൾഡ് മേടിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന്. ആയിക്കോട്ടെ, അവർ ഗോൾഡ് മേടിച്ചിട്ടുകൊണ്ടിരിക്കട്ടെ. പക്ഷേ ഞാൻ വീഡിയോ ചെയ്ത് ഞം തിന്നുന്നു എന്നാണ് അവർ പറയുന്നത്. എങ്കിൽ അതിൽ കുറച്ച് അവർക്കൂടെ കൊടുക്കാം. ഞാൻ ഇനി തിന്നുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. യൂട്യൂബ് വരുമാനം ആരുടെയും വീട്ടിൽ നിന്നും കൊണ്ടുവരുന്നതല്ല. അത് നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇവരെ പോലെ ചാനലിൽ വന്നിരുന്ന് വായി തോന്നുന്ന തെറി വിളിച്ചിട്ടും മറ്റുള്ളവരുടെ ദുഷിപ്പുകൾ പറഞ്ഞും കുൽസിത കഥകൾ പ്രചരിപ്പിച്ചും ഇല്ലാവചനങ്ങൾ പറഞ്ഞും കള്ളക്കേസ് കൊടുത്തും അല്ല നമ്മൾ ചാനലിൽ വന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് തംബ്നെയിലും സെറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ കണ്ടൻറ് എടുത്തിട്ട് തന്നെയാണ് റിയാക്റ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ഏത് വീഡിയോ സെറ്റ് ചെയ്യാനാണെന്ന് വെച്ചാൽ അത് തീർച്ചയായും ചെയ്യുന്നവർക്കറിയാം. റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി എൻ്റെ സഹോദരങ്ങൾ പ്രഭാഷണം വേണമെന്ന് ആവശ്യപ്പെടരുത്. അത് മാത്രം ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തില്ല. ഓക്കെ.